എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരു പക്ഷേ നിങ്ങൾ പലരും FODMAP എന്ന് പറയുന്ന ഒരു ഭക്ഷണ രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. FODMAP എന്ന് പറയുന്നത് ചില കാര്യങ്ങളുടെ ഒരു ചുരുക്ക് എഴുത്താണ്. അതിൽ F എന്ന് പറയുന്നത് ഫെർമെൻറ്റബിൾ എന്നതിനെ കുറിക്കുന്നു. O എന്ന് പറയുന്നത് ഒലിഗോസാക്കറൈഡ്സ് ആണ്. D എന്ന് പറയുന്നത് ഡൈസാക്കറൈഡും, M എന്ന് പറയുന്നത് മോണോസാക്കറും, P എന്ന് പറയുന്നത് പോളിയോൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളുമാണ്. ഈ FODMAPനെ കുറിച്ച് ഇന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ചില രോഗങ്ങളുമായിട്ട് ഇതിന് വളരെയധികം കണക്ഷനുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ ആ രോഗങ്ങളെക്കുറിച്ച് അതിനെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഉപാധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ രീതിയാണ് FODMAP എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ആദ്യം ഫെർമെൻറ്റബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പുളിപ്പിക്കാൻ പറ്റുന്നത് എന്നാണ്. ആരാണ് പുളിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദഹന വ്യവസ്ഥക്കകത്തുള്ള നമ്മുടെ ഗട്ട് ബാക്ടീരിയകൾക്ക് പുളിപ്പിക്കാൻ പറ്റുന്ന വസ്തുക്കൾ, അതായത് കാർബോഹൈഡ്രേറ്റ്സ്, അതിനെയാണ് നമ്മൾ സാധാരണ ഫെർമെൻറ്റബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഒളിഗോസാക്കറൈഡ്. ഒളിഗോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫ്യൂ, പല തരത്തിൽപ്പെട്ട സാക്കറൈഡ്സ്, ഷുഗർ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് ഒളിഗോസാക്കറൈഡ്സ്. ഇനി ഡൈ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ടു എന്നാണ്. രണ്ട് ഷുഗർ കോമ്പണൻറ്റ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് ഡൈസാക്കറൈഡ്സ്. മോണോ എന്ന് പറഞ്ഞാൽ 1. പോളിയോൾസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സായ പല ഘടകങ്ങളും ചേർന്നിട്ടുള്ളതാണ്. ഇതിനെ സാധാരണ സോർപിറ്റോളും മാനിറ്റോളും എന്ന് പറയുന്ന കണ്ടൻറ്റൊക്കെ ഇതിനകത്ത് പെടുന്നതാണ്. അപ്പം അതിലാദ്യം തന്നെ ഈ ഫെർമെൻറ്റബിൾ എന്ന് പറയുന്ന വസ്തുക്കൾ എന്താണ്? ശരിക്കും ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ പുളിക്കാൻ സാധ്യതയുള്ള കാർബോഹൈഡ്രേറ്റുകളാണ്, അന്നജ വിഭാഗത്തിൽപ്പെടുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കഴിച്ചാൽ എന്താണ് ഉണ്ടാവുക? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗട്ടിനകത്തുള്ള ബാക്ടീരിയകൾ ഇതിനെ പുളിപ്പിച്ചതിന് ശേഷം ഇതിനെ ഗ്യാസായിട്ട് മാറ്റും. അപ്പോൾ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാകും, ചുരുക്കി പറഞ്ഞാൽ. അപ്പം ഫെർമെൻറ്റബിൾ എന്ന് പറയുന്ന ഘടകം ഒരിക്കൽ ഒരുപക്ഷെ ഗ്യാസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. ഇനി ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളെല്ലാം തന്നെ ധാന്യങ്ങൾ ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ്. കൂടുതൽ ഷുഗർ മോളിക്യൂൾസ് കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി, ഗോതമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പെട്ടു. അതേപോലെ തന്നെ ഗാർലിക്, വെളുത്തുള്ളിയിലും ഒളിഗോസാക്കറൈഡാണ്. അതുപോലെ ഒനിയൻ, നമ്മുടെ സവോളയിലൊക്കെ ഇത് പറയുന്ന ഘടകം തന്നെയാണുള്ളത്. അതേപോലെ പയറ് വർഗ്ഗങ്ങളിൽപ്പെട്ട എല്ലാ വർഗ്ഗങ്ങളിലും ഈ പറയുന്ന ഒളിഗോസാക്കറൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന കാര്യങ്ങളും ഈ FODMAP എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടും. ഇനി ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത് സാധാരണ ഡയറി പ്രോഡക്ട്സുകളാണ്. അല്ലെങ്കിൽ ഡയറി എന്ന് പറഞ്ഞാൽ പാലും പാൽ ഉൽപ്പന്നങ്ങളിൽ പലതുമൊക്കെ ഈ ഡൈസാക്കറൈഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാം. ഇനി മോണോസാക്കറൈഡ്സ്, സിംഗിളായിട്ടുള്ള ഒരു ഷുഗർ കണ്ടൻറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു മോളിക്യൂൾ കൊണ്ടുണ്ടാക്കുന്ന ഘടകങ്ങൾ, ഇതൊക്കെ ഫ്രക്ടോസാണ് സാധാരണഗതിയിൽ. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺ സിറപ്പ് ഒക്കെ ഫ്രക്ടോസാണ്. നമ്മൾ സ്വീറ്റ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കോൺ സിറപ്പ്, അതുപോലെ തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സുകൾ, എല്ലാ പഴങ്ങളൊക്കെ ഫ്രക്ടോസാണ്. ഇനി അവസാനത്താണ് പോളിയോൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റ്നസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും പല വിഭാഗത്തിൽപ്പെട്ട പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ ഒരു ചെറിയ ഭാഗത്തിൽപ്പെടുന്ന ഈ പോളിയോൾസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങൾക്ക് ശരീരത്തിനകത്തുള്ള ചില പ്രശ്നങ്ങളെ സങ്കീർണമാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ പറഞ്ഞത്, നമ്മൾ FODMAP എന്ന് പറയുന്ന ഭക്ഷണ വിഭാഗങ്ങളെ ഏറ്റവും കുറച്ച് കൊണ്ടുവരുന്നതാണ് ശരീരത്തിനകത്തുള്ള പല രോഗങ്ങൾക്കും ഒരു സ്ഥായിയായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ, ശമനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ ക്രമീകരണം. ഇനി ഏതൊക്കെ FODMAPനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഏതൊക്കെ അസുഖങ്ങളാണ് ഇതുകൊണ്ട് മാറ്റാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ IBS എന്ന രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. IBD എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമാണ്. IBD എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ആണ്. ഇതിൽ കൂടുതൽ പ്രശ്നക്കാരൻ എന്ന് പറയുന്ന IBD തന്നെയാണ്. പലപ്പോഴും ഇത് രണ്ടും ഏറെക്കുറെ ഒരേ രീതിയിലുള്ള സിംറ്റംസാണ് ഒരു രോഗിയിൽ ഉണ്ടാക്കുന്നത്. അതിൽ IBSൽ
പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് IBSനകത്ത് അൾസറുകൾ ഉണ്ടാകില്ല, വ്രണങ്ങൾ ഉണ്ടാകില്ല. അതുപോലെ ലീഷൻസ് അതിനകത്ത് പിന്നെ പുണ്ണുകളെ പോലെ ഉണ്ടായി അതിനകത്ത് ഡാമേജുകളൊന്നും സെൽവാളിനകത്ത് കാര്യമായിട്ട് IBSനകത്ത് ഉണ്ടാകില്ല. ഇത് സാധാരണഗതിയിൽ കോളോൺ അല്ലെങ്കിൽ വൻകുടലിൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ട് മാറാറുമുണ്ട്. സാധാരണ നമ്മുടെ ദഹന വ്യവസ്ഥയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് IBS മാറാറില്ല. IBSൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. പലപ്പോഴും ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വയറിനകത്തൊരു ബ്ലോട്ടിംഗ് ഉണ്ടാവുക, വയറിനകത്ത് ഗ്യാസ് വന്ന് നിറയുന്നതായിട്ട് കാണുക, അതിൽ തുടർന്ന് ഒരു എർജ്, ടോയ്ലറ്റിലേക്ക് പോകാനുള്ള ഒരു എർജ് ഉണ്ടാവുക, ഓടിച്ചെന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അല്പം മലവും കുറേ ഗ്യാസും ഒക്കെ കൂടി പുറത്തേക്ക് പോവുക. അത് മിക്കവാറും ഒരു ഡയറിയൽ ഫോമിലായിരിക്കും, ഒരു വെള്ളത്തോട് കൂടിയിട്ടായിരിക്കും പോകാറുള്ളത്. തിരിച്ചു വന്ന് അടുത്ത ഒരു ഭക്ഷണത്തിന് ശേഷം വീണ്ടും പോകാൻ തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ടോയ്ലറ്റ് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തിരിച്ചു ഓടി വന്നിട്ട് വീണ്ടും ടോയ്ലറ്റ് പോകുന്ന അവസ്ഥ, ഇതൊക്കെ സാധാരണ IBSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇതിൽ നിന്ന് തികച്ചും വിഭിന്നമായ ഒരു കാര്യമാണ് IBD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നത്. ഇതിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ അൾസർ ഉണ്ടാവാം, വ്രണങ്ങൾ ഉണ്ടാകാം. ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് കാണാം. IBSനെ പോലെ ഇത് വെറും വൻകുടലിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിലായാലും വൻകുടലിലായാലും ഒക്കെ പല ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫോഡ്മാപ്പിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ പറഞ്ഞ ഗ്യാസിൻ്റെ ഫോർമേഷൻ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും IBSO IBDO വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോഡ്മാപ്പ് ഡയറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ഫോഡ്മാപ്പ് ഡയറ്റിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒറ്റമൂലിയായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ്, ഈ IBS ആയാലും IBD ആയാലും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 ആയിട്ടുള്ളത് ഗ്ലൂട്ടനാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു പ്രോട്ടീനാണ്, ധാന്യങ്ങളിൽ കാണുന്ന പ്രോട്ടീനാണ്, പ്രത്യേകിച്ച് ഗോതമ്പിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഗോതമ്പടങ്ങിയ ഭക്ഷണം കഴിച്ച സമയത്ത് പലർക്കും IBSൻ്റെയും IBDൻ്റെയും ലക്ഷണങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത്. മറ്റൊന്നത് റിഫൈൻഡ് ഷുഗേഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര പോലെ റിഫൈൻ ചെയ്തെടുക്കുന്ന പഞ്ചസാരകളെല്ലാം തന്നെ, കാർബോഹൈഡ്രേറ്റുകളെല്ലാം തന്നെയും ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ട്രിഗറിംഗ് ആണ്. ഇനി ഗ്ലൂട്ടൻ അടങ്ങാത്ത ഗ്രെയിൻസിലും പലപ്പോഴും ഇതിൻ്റെ പ്രകടമായ ഒരു ഇൻക്രീസ് ഈ സിംറ്റത്തിൽ കാണിക്കാറുണ്ട്. അപ്പോൾ പൊതുവായിട്ട് പല ധാന്യങ്ങളും ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നതുമാണ്. അടുത്തതായിട്ട് ട്രിഗറിങ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ടോസ് ആണ്. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാലിനകത്ത് കാണുന്ന പ്രോട്ടീനാണ്. അപ്പോൾ ഈ പാല് കുടിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ, ഇവൻ പാല് പോലും കുടിക്കണം എന്നില്ല, പാല് ചേർത്ത ചായ കുടിച്ചാൽ തന്നെയും പലർക്കും ബ്ലോട്ടിങ് അനുഭവപ്പെടുകയും ചിലരൊക്കെ ടോയ്ലറ്റിലേക്ക് ഓടുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഈ ട്രിഗറിങ് കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് ഫൈബർ, നാരുകൾ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിച്ചു കഴിഞ്ഞാലും ഈ രോഗികൾക്ക് സിംറ്റംസ് വളരെ കാര്യമായിട്ട് വർദ്ധിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ സാലഡ്സ് കഴിക്കുക, റോ സാലഡ്സ്, അതായത് വേവിക്കാത്ത പച്ചക്കറികൾ കഴിച്ചാലും പലർക്കും ഈ ബുദ്ധിമുട്ടുകൾ കൂടി വരാറുണ്ട്. പലരും ചെയ്യുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ IBS പോലെയുള്ള ഒരു രോഗം വന്നവർക്ക് പൊതുവായിട്ടും വളരെ നാച്ചുറലായിട്ട് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് മുഴുവനായി പച്ചക്കറികൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കും. പച്ചക്കറികൾ വേവിക്കാതെ കൊടുക്കുന്നത് ശുദ്ധമായ മണ്ടത്തരമാണ് IBSനെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെ സിംറ്റംസൊക്കെ വർദ്ധിക്കാനാണ് ഇത് ഇടവരുത്തുക. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ചീരയും മുരിങ്ങയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് സ്റ്റൂൾസ് ഉണ്ടാകുന്നതൊക്കെ ഇതിൻ്റെ ചെറിയ ലക്ഷണങ്ങളിൽ തന്നെ നമുക്ക് പെടുത്താം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ട്രിഗറിങ് പോയിൻ്റ് എന്ന് പറയുന്നത് omega-6 ആണ്. ഓർക്കുക, omega-6ഉം omega-3യും അജഗജാന്തര വ്യത്യാസമുണ്ട്. omega-6 എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ omega-6 അടങ്ങിയ കനല ഓയിലും അല്ലെങ്കിൽ നമ്മുടെ സൂര്യകാന്തി എണ്ണയും സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ IBD ട്രിഗർ ചെയ്യാനുള്ള സാധ്യതകളും പല മടങ്ങാണ്. അതുകൊണ്ട് ഇത്തരത്തിൽപ്പെടുന്ന ട്രിഗറിങ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി ഇത് കയറിക്കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസാണ് സാധാരണഗതിയിൽ നമ്മൾ കാണിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, എർജ് ഉണ്ടാവാം, വയറ് ഇളകിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ആദ്യം കാണിക്കുന്ന, ഏറ്റവും ആദ്യം കാണിക്കുന്ന സിംറ്റം അബ്ഡോമിനൽ പെയിൻ ആണ്, അല്ലെങ്കിൽ വയറുവേദനയാണ്. ഡിപ്പെൻസ്, ചില സമയത്ത് വയറിൻ്റെ മുകൾ ഭാഗത്താവാം,
ചിലപ്പോൾ അടിവയറ്റിലാവാം. IBDയും IBSൻ്റെയും സിവിയറിറ്റി പോലെയും ഏത് തരത്തിൽപ്പെട്ട രോഗമാണെന്നതിനെ ആശ്രയിച്ചാണ് ഈ വേദന വരുന്ന പൊസിഷനൊക്കെ ഉണ്ടാവുക. പലപ്പോഴും അബ്ഡോമിനൽ ക്രാംസ് ആയിട്ടാണ് ഇത് വരിക, ഒരു മസിൽ വലിഞ്ഞ് മുറുകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ആയിട്ട് ഉണ്ടാകാം. ഇതിനെ തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഡയറിയ ഉണ്ടാവും, വയറിളക്കം ഉണ്ടാവും. വയറിളകി രക്തത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ അത് പലപ്പോഴും IBD എന്ന വിഭാഗത്തിൽപ്പെട്ടതായിരിക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആയിരിക്കാം, അത് ചെറുകുടലിനെ ബാധിച്ച പ്രശ്നമാവാം. ഇനി വയറിളകി പോകുന്നത് രക്തമൊന്നും ഇല്ലാതെ ആണെങ്കിൽ അത് IBS ആവാനാണ് കൂടുതൽ സാധ്യത. ഇനി വയറിളക്കം ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലോട്ടിങ്, ഗ്യാസ് നിറഞ്ഞ് വയറ് വീർത്ത് കെട്ടി ഒരു ചെണ്ടയ്ക്ക് കൊട്ടുന്ന പോലെയുള്ള ശബ്ദമൊക്കെ ഉണ്ടാവും വയറൊന്ന് തട്ടിക്കഴിഞ്ഞാൽ. അത്രയും ബ്ലോട്ടിംഗ് ആയിട്ട് ഇത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ഒത്തിരി ഗ്യാസൊക്കെയാണ് പലർക്കും പോകാറുള്ളത്. കാരണം ഈ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ഗ്യാസ് ഫോർമേഷൻ. അത് ചിലപ്പോഴൊക്കെ ഏമ്പക്കമായിട്ടും കീഴ്വായുമായിട്ടും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുന്നതും ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്നതും വയറിളക്കത്തിനുള്ള ട്രിഗറിങ് ഉണ്ടാക്കുന്നതും വയറിലെ വേദന ഉണ്ടാക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ മൂലകാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം ഫോഡ്മാപ്പ് ഡയറ്റാണ്. അതുകൊണ്ടാണ് IBSനും IBDയിലും പൂർണ്ണമായിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഈ ഫോഡ്മാപ്പ് ഡയറ്റ് കഴിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അധികമായിട്ട് കഴിച്ചാൽ എന്താണ് ഉണ്ടാവുക? സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ പ്രശ്നമാണെങ്കിൽ വയറിളകും നിർബന്ധമായിട്ടും, അതായത് IBD ആണെങ്കിൽ നിർബന്ധമായിട്ടും വയറിളകും. ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ പ്രശ്നമാണെങ്കിൽ IBS ആണെങ്കിൽ വേദനയും ബ്ലോട്ടിങ്ങും വളരെ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കും. അപ്പോൾ ഫോഡ്മാപ്പ് ഡയറ്റ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോഡ്മാപ്പ് ഡയറ്റ് ആ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് പകരമായിട്ട് ധാരാളമായി കുറേ നോൺ വെജിറ്റേറിയൻ അനിമൽ പ്രോട്ടീൻ കഴിച്ചതുകൊണ്ടോ മത്സ്യം കഴിച്ചതുകൊണ്ടോ ഈ പ്രശ്നം മാറുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇതിൻ്റെ ചികിത്സയ്ക്കില്ല. പലപ്പോഴും ഓരോ വ്യക്തികളുടെയും ലക്ഷണങ്ങൾക്കനുസരിച്ചും അവരുടെ പ്രായത്തിനനുസരിച്ചും അവരുടെ അസുഖത്തിൻ്റെ ദൈർഘ്യത്തിനനുസരിച്ചുമൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുക. ഏത് തരത്തിലുള്ള ഭക്ഷണം ഏത് രീതിയിലാണ് എത്രത്തോളമാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഫോഡ്മാപ്പ് ഒഴിവാക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾ IBS IBDയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിമുക്തരാവാൻ വേണ്ടി പോകുന്നില്ല. മറിച്ച് അവിടെ കുറച്ച് കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ്ലി മാത്രം അസുഖമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഇനി വളരെ സിവിയറായിട്ട് ഈ പ്രശ്നമുള്ള ആൾക്കാർ ഇത് മാത്രം ചെയ്താൽ പോലെ ഇതിന് ശേഷം ഇതിനൊരു 3 ഫേസ് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്കാണ് സാധാരണ ഞങ്ങൾ അതിനെ ഇടാറുള്ളത്. ആ 3 ഫേസിൽ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എലിമിനേഷനാണ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോഡ്മാപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഫോഡ്മാപ്പ് ഒഴിവാക്കുന്നതോടുകൂടി തന്നെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇതിന് ശേഷം ഒരു ഫേസ് 2 ഉണ്ട്. ഫേസ് 2ലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒഴിവാക്കിയ സാധനങ്ങളെ വളരെ കൃത്യമായ അനുപാതത്തിലും തോതിലും തിരിച്ച് ആ രോഗിക്ക് കൊടുത്തു കൊണ്ടുവരിക. അത് കൊടുക്കുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. വളരെ വാരി വലിച്ച് ഒഴിവാക്കിയ സാധനമൊക്കെ പൂർണ്ണമായിട്ട് ഒന്നിച്ച് കഴിക്കാനല്ല, അതൊരു വിദഗ്ധനായ ഒരു എക്സ്പെർട്ടിൻ്റെ കൺസേൺഡോട് കൂടി മാത്രമേ ചെയ്യാനുള്ളതാണ് ഓരോ കാര്യങ്ങൾ. അല്ലാണ്ട് പൂർണ്ണമായിട്ട് ഈ ഫോഡ്മാപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനോട് കൂടിയിട്ട് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വളരെ സാവധാനത്തിലും കൃത്യതയോടു കൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത്. ഇനി 3ാമത്തെ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് കൊടുത്തു, ഇതൊക്കെ തിരിച്ചു കൊടുത്താൽ വീണ്ടും രോഗത്തിൻ്റെ ട്രിഗറിങ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ചില പ്രത്യേക തരത്തിൽപ്പെട്ട ഹെർബുകളൊക്കെ ഇതിനെ ധാരാളമായിട്ട് സഹായിക്കും. അത്തരത്തിലുള്ള ഹെർബുകളുടെ ഉപയോഗം, അതും ആ ഹെർബുകളുടെ മുഴുവൻ പേര് ഞാനിവിടെ പറയാത്തത് നിങ്ങളത് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഇത് ഓരോ രോഗികളുടെയും ലക്ഷണത്തിനനുസരിച്ച് ഈ പറയുന്ന ഹെർബുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അസുഖം കൂടുതൽ സങ്കീർണമാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയാത്തത്. വളരെ ലഘുവായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഫോഡ്മാപ്പ് കുറക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പൂർണ്ണമായിട്ടുള്ളൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന എലിമിനേഷനും ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസിനും ഉള്ള 3 ഫേസുകളും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തിരക്ക് പിടിച്ചിട്ട് ഇപ്പം ഒരു കണ്ടൻറ്റ് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഇതൊക്കെ ഒരു 2 മിനിറ്റിൽ പറഞ്ഞാൽ പോരെ,
2 മിനിറ്റിൽ പറഞ്ഞാൽ മതി. അതിൽ എനിക്ക് 2 മിനിറ്റിൽ പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രശ്നം അതല്ല. ഈ 2 മിനിറ്റിൽ പറയുന്ന കാര്യം കാള പറ്റുമെന്ന് പറയുന്ന സമയത്ത് കയറെടുക്കുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഇത് പലപ്പോഴും ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ നെഗറ്റീവായിട്ട് നിങ്ങൾ പോകരുത് എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഇത് വിശദീകരിച്ച് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അസുഖത്തിന് IBS ആയാലും IBD ആയാലും ഇതിനൊരു പരിക്ക് കൊടുക്കുന്ന പോലെ ഒരു പ്രോട്ടോക്കോളല്ല ഉള്ളത്. മറിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ വേണം. എന്താണ് ആ ഡോക്യുമെൻറ്റേഷൻ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും അതിനുണ്ടാകുന്ന ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ലക്ഷണങ്ങളും നിങ്ങളത് എഴുതി വെച്ചേ തീരൂ. അത് പലപ്പോഴും ഹോസ്പിറ്റലൊക്കെ വരുന്ന പേഷ്യൻസിന്, ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് പലപ്പോഴും ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നാരങ്ങ കഴിച്ചു, അന്ന് ട്രിഗറിങ് ഉണ്ടായോ, അത് എഴുതി വെക്കും. നാരങ്ങ കഴിച്ചിട്ട് ട്രിഗറിങ് ഇല്ലെങ്കിൽ അത് എഴുതി വെക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഡോക്യുമെൻറ്റേഷൻ പരിശോധിച്ചതിന് ശേഷമാണ് ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ശരിയായ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് ഞങ്ങൾ സാധാരണ പോകാറുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, IBSO IBDയോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കേണ്ടത് ഫോഡ്മാപ്പ് ഡയറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽപ്പെടുന്ന എല്ലാ ഭക്ഷണ വസ്തുക്കളും പൂർണ്ണമായിട്ട് കുറച്ച് കൊണ്ടുവരിക. അത് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒപ്പീനിയനോട് കൂടി മാത്രം ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് നടത്തി ഇതിനെ പരിപൂർണമായിട്ടും മാറ്റുക. IBD വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളൊക്കെ ഓട്ടോ ഇമ്മ്യൂണാണ്. നിങ്ങളുടെ കോശങ്ങൾ തന്നെ നിങ്ങളുടെ കോശങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റ്മോസ്റ്റ് കെയറോടുകൂടി, അതിൻ്റെ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം രക്തം വാർന്നു പോയി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത പോലും IBD പറയുന്ന രോഗങ്ങൾക്കുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് IBSഉം IBDയും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.